ഒരിക്കൽ ഒരാൾ നല്ല ഒരു കഴുതയെ വാങ്ങി. അയാൾ അതിനെ വീട്ടിലെത്തിച്ചതിന് ശേഷം അതിനെ കുളിപ്പിക്കുകയും പരിപാലിക്കുകയും അതിനോട് സ്നേഹം കാണിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അയാൾക്ക് ഒരു വിചിത്രമായ ചിന്തയുണ്ടായി. അയാൾ തന്റെ കഴുതയെ ചുമലിലേറ്റി പടികൾ കയറി തന്റെ വീടിന്റെ മേൽക്കൂരയിൽ എത്തിച്ചു. ആദ്യം കഴുതയ്ക്ക് ആ ഉയർന്ന സ്ഥാനത്തെത്തിയതിൽ വലിയ സന്തോഷമുണ്ടായി. പക്ഷെ സമയം കടന്നുപോയപ്പോൾ താൻ എത്ര ഉയരത്തിലെത്തിയെന്നും താൻ ഇപ്പോഴും ഒരു കഴുത മാത്രമാണെന്നുമുള്ള തിരിച്ചറിവ് അതിനുണ്ടായി. അങ്ങനെ ഭയപ്പെട്ട കഴുത ആ മേൽക്കൂര മുഴുവൻ ഓടി നടക്കാൻ തുടങ്ങി. പക്ഷെ പുറത്തേക്കുള്ള വഴി അതിന് കണ്ടെത്താനായില്ല. ഒടുവിൽ ആ കഴുത തന്റെ കാലുകളാൽ മേൽക്കൂരയിലെ ഇഷ്ടികയും മണ്ണുമൊക്കെ ചവിട്ടി മെതിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കഴുതയുടെ ശക്തമായ തള്ളലുകളും ചവിട്ടലുകളുമൊക്കെ ഏറ്റ് മേൽക്കൂരയിൽ വലിയ വിള്ളലുകളുണ്ടായി. ഒടുവിൽ ഒരു നാൾ കഴുത നിലംപതിച്ചു. അതിന്റെ 4 കാലുകളും ഒടിഞ്ഞു. അതിനു മുകളിലേക്ക് മേൽക്കൂരയും ഇടിഞ്ഞു വീണു. അയൽക്കാരെല്ലാം സഹതപിക്കാനായി എത്തിയപ്പോൾ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, ഇതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. ഒരു കഴുതയെ ഉയർന്ന സ്ഥാനത്തേക്ക് കയറ്റിവിടരുത്. അത് തന്നെയും ആ സ്ഥാനത്തെയും നശിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ തങ്ങളുടെ യഥാർത്ഥ കഴിവിനും മൂല്യത്തിനും അപ്പുറത്തേക്ക് ചിലർക്കൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പോൾ അവരും തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ച് ആ സ്ഥാനത്തിന്റെയും തങ്ങളുടെ തന്നെയും വില നശിപ്പിക്കും. അതിനാൽ ഓരോരുത്തർക്കും അവരവരുടെ